ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ പ്രഭാവതി എന്നുണ്ടെങ്കിൽ നന്ദൻ എല്ലാ കാര്യങ്ങളും ദേവികയോട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം ഇസബെല്ലെ അറിയിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇസബെല്ലയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ഏതായാലും ഇസബെല്ല എന്നുണ്ടെങ്കിൽ നന്ദനെ ഇനിയും കൊടുക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇസബെല്ല എന്നുണ്ടെങ്കിൽ നന്ദനെ കാണാൻ വരികയാണ്. ഇതിനു മുന്നേ തന്നെ ഇസബെല്ലയും കെവിനും കൂടെ പ്രഭാവതിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ തന്നെ ദേവിക എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വേണമെങ്കിൽ നന്ദനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം എന്നെല്ലാം പറയുമ്പോൾ തന്നെ പ്രഭാവതിക്ക് ഈ ഇസബെല്ലയും നന്ദനും കാണുന്നതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായമില്ല. അതായത് പ്രഭാവതിക്ക് ഇവർ തമ്മിൽ കാണുന്നത് ഒട്ടും ഇഷ്ടമല്ല. പ്രഭാവതിയുടെ ആയിട്ട് ഇസബെല്ല ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്. അതായത് ദേവിക ഒരിക്കലും ഞങ്ങളും ഈ കേസിൽ ഇൻവോൾവ് ആണെന്ന് അറിയിക്കാൻ പറ്റില്ല. ഞാനും പാപ്പനുമൊക്കെ നന്ദന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പാപ്പൻ്റെ ജോലി പോവും എന്നറിഞ്ഞിട്ട് കൂടിയാണ് ഞങ്ങൾ നന്ദന് വേണ്ടിയിട്ട് ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് പോലും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു സഹായം പോലും നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. സത്യങ്ങൾ ഒരിക്കലും ദേവിക അറിയാൻ പോലും പാടില്ലായിരുന്നു. എന്നിട്ട് പോലും നിങ്ങളൊക്കെ ഞങ്ങളെ ചതിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ദേവികയെ അറിയിച്ചത്. ഇനിയിപ്പോൾ നോക്കിക്കോ, ദേവിക എന്തായാലും പോലീസിനോട് ഇത് കംപ്ലൈൻറ്റ് ചെയ്യും. നന്ദനെ എന്തായാലും അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങൾ നന്ദൻ ദേവികയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പേരും എന്തായാലും പറയും. പിന്നെ ഞങ്ങളും ജയിലിൽ പോകും. അതൊന്നും എന്തായാലും ഇനി ഉണ്ടാവാൻ പറ്റില്ല. ഞങ്ങൾ ഈ കേസിൽ നിങ്ങളോട് കാണിച്ച ആത്മാർത്ഥതയൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല. ഇനിയിപ്പോൾ നോക്കിക്കോ, വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് എന്നെല്ലാം ഇസബെല്ല എന്നുണ്ടെങ്കിൽ നന്ദനോട് പറയുന്ന സമയത്ത്, ഇല്ല ഇസബെല്ല, ഞാൻ നിങ്ങളെയൊന്നും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എനിക്ക് ദേവികയെ നഷ്ടപ്പെടാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഈ കേസിലൊരിക്കലും നിങ്ങളുടെ പേരൊന്നും ഞാൻ ഇടില്ല എന്നൊക്കെ പറയാണ്. ഞാനാണല്ലോ ഇവിടെ തെറ്റ് ചെയ്തത്. നിങ്ങളൊക്കെ എന്നെ സഹായിക്കാനല്ലേ നോക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കേസിൽ ഞാൻ അകത്ത് പോവേണ്ടി വന്നാലും നിങ്ങളുടെ പേരൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ എനിക്ക് ഇപ്പോൾ ആശ്വാസമുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ദേവിക അറിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആശ്വാസം. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും ദേവിക അറിയാതെ ഉണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു കാര്യമാണ് ഞാൻ അവളിൽ നിന്നും മറച്ചു വെച്ചത്. ഇപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെതായ ആശ്വാസമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, അതൊക്കെ തന്നെ നിങ്ങളുടെ കാര്യമാണ്. എനിക്ക് നീ വാക്ക് തരണം, ഞങ്ങളുടെ പേര് ഒരിക്കലും പറയില്ല എന്ന് ഇസബെല്ല പറയുന്ന സമയത്ത് നന്ദന എന്നുണ്ടെങ്കിൽ കയ്യിൽ തൊട്ടന്നെ വാക്ക് കൊടുക്കുകയാണ്. അതായത് കെവിൻ്റെയോ ഇസബെല്ലയുടെ പേര് ഈ കേസിൽ വരില്ല എന്നുള്ള കാര്യം. നീ ഇനി ഈ വാക്ക് തെറ്റിച്ചാൽ എനിക്കും പല കാര്യങ്ങളും വിളിച്ചു പോവേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെ നീ തന്നെ ശ്രദ്ധിക്കണം എന്നെല്ലാം പറയുമ്പോൾ തന്നെ നന്ദൻ പറയുന്നുണ്ട്, ഞാനിനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പോൾ തന്നെ ദേവിയയ്ക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആശ്വാസമാണ് എന്നെല്ലാം കേൾക്കുമ്പോൾ ഇസബെല്ലയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. നീ എന്തായാലും ദേവികയെ ശത്രുസ്ഥാനത്ത് തന്നെ നിർത്തണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നിന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ നന്ദന എന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം രജനി എന്നുണ്ടെങ്കിൽ ദേവികയെ വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് എന്നെ സഹിക്കാനാവാതെ ഗിരീഷ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ ദേവിക കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ശരി, നിന്റെ അനിയൻ എന്തായാലും ജയിലിൽ പോകേണ്ട ഒരാൾ തന്നെയാണ്. അവനാണ് അർഷിയെ കൊന്നത്. ഇതിനെല്ലാം കൂട്ടുനിന്നത് നിന്റെ അമ്മ തന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ രജനി വീണ്ടും ദേവികയെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അതായത് നന്ദനെ കൊടുക്കാൻ വേണ്ടി ദേവിക ഉണ്ടാക്കിയൊരു കഥയാണ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഗിരീഷ് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കോ. ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രഭാവതി ആൻറ്റിക്കും സിദ്ധാർത്ഥൻ അങ്കിളിനും എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പോൾ തന്നെ ഈ സത്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നന്ദൻ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി നീ അവനോട് സപ്പോർട്ട് നിൽക്കണ്ട. വലിയൊരു തെറ്റാണ് അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ രചന എന്നുണ്ടെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.